നർമ്മത്തിലൂടെ സമൂഹത്തിന്റെ കാപട്യങ്ങൾ അവതരിപ്പിക്കുകയും മലയാള ചലച്ചിത്രത്തിന് പുതിയ മാനം നൽകുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്ന് പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ അനുസ്മരിച്ചു. എന്നിട്ട് 40-ലധികം കൊല്ലമായിട്ട് ശ്രീനിവാസനുമായ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ ഈ വേർപാട് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖകരമാണ്. ഒരു അഭിനേതാവായിട്ടാണ് ശ്രീനി സിനിമയിലേക്ക് വന്നതെങ്കിലും പിന്നീട് മലയാളത്തിലെ അപൂർവ സിദ്ധിയുള്ള ഒരു തിരക്കഥാകൃത്തായിട്ട് മാറുകയാണ് ഉണ്ടായത്. അഭിനയം പഠിച്ചുകൊണ്ടാണ് ശ്രീനി സിനിമയുടെ മേഖലയിലേക്ക് വന്നത്. പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ തൻ്റെ രൂപം, തൻ്റെ നിറം ഒന്നും ഒരു വിജയസാധ്യതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ സിനിമയിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് എഴുത്തിലേക്ക് തിരിഞ്ഞത്. അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായി. ശ്രീനിവാസൻ എഴുതിയിട്ടുള്ള തിരക്കഥകൾ മിക്കവയും നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു. സവിശേഷമായ രീതിയിലുള്ള നർമ്മമാണ് ശ്രീനി പ്രയോഗിച്ചതെങ്കിലും അതിലൂടെയൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ കാപട്യങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ സമൂഹത്തിൽ പലരും അണിഞ്ഞിട്ടുള്ള മുഖംമൂടികൾ ചീന്തി കളയുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു. വളരെ തീക്ഷ്ണമായിരുന്നു ശ്രീനി നടത്തിയിട്ടുള്ള സാമൂഹിക വിമർശനം. തന്നെയും ശ്രീനിവാസൻ പരിഹസിക്കുമായിരുന്നു. അങ്ങനെ ചില സിനിമകളുണ്ട്. ഇപ്പോൾ ശ്രീനി ആദ്യം സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രം വടക്കൻ നോക്കിയ യന്ത്രം സ്വയം പരിഹസിക്കുന്നതായിരുന്നു. തൻ്റെ നിറം, തൻ്റെ രൂപം, അതിനെയൊക്കെ പരിഹസിക്കുന്ന, അതിന് തുല്യമായിട്ട് നായിക പദവിയിൽ പാർവതിയെ നിർത്തിക്കൊണ്ടുള്ള ഒരു സ്വയം വിമർശനമാണ്. സ്വയം വിമർശനം എന്നല്ല, സ്വയം പരിഹാസമാണ് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് സങ്കടം തോന്നും. അപ്പം അങ്ങനെ ഈ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ശ്രീനിവാസൻ പലപ്പോഴും. അപ്പം അങ്ങനെ ഇത്രയും വർഷക്കാലം, ഒരു 40-ലധികം വർഷക്കാലം വളരെ സജീവമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ നിൽക്കുകയും അതിനൊരു പുതിയ മാനം നൽകുകയും അതിന് പുതിയ ഒരു അഗാധത വരുത്തുകയും ചെയ്തിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനും ചലച്ചിത്രകാരനും അഭിനേതാവും ഒക്കെയാണ് ശ്രീനിയെ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ നഷ്ടമാണ്.